ചീറ്റിപ്പോയ കേരയിലും മലർപ്പൊടിക്കാരന്റെ സ്വപ്നവും. പ്രതിഷേധങ്ങളേറെയുണ്ടായിട്ടും അയഞ്ഞില്ല. ആർക്കും ഒട്ട് ചെവി കൊടുത്തുമില്ല. വിജയം വരെയും ഞങ്ങൾ മുന്നോട്ടെന്ന് ആക്രോശിച്ചു. എതിർത്തവരെ മുഴുവൻ വെല്ലുവിളിച്ച് മോശക്കാരാക്കി. ഇപ്പോൾ ദേ കിടക്കുന്നു ചീറ്റിപ്പോയ സിൽവർ ലൈനും മലർപ്പൊടിക്കാരന്റെ സ്വപ്നവും. കേരള സർക്കാർ ആസൂത്രണം ചെയ്ത സിൽവർ ലൈൻ പദ്ധതിക്ക് ഇപ്പോൾ അനുമതി നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതിയെ തള്ളിപ്പറഞ്ഞ് കേന്ദ്ര സർക്കാർ രംഗത്തു വന്നത് കേരള സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഇതിനെതിരെ പല കോണിൽ നിന്ന് വിമർശനമുയർന്നപ്പോൾ തങ്ങൾക്ക് കേന്ദ്രാനുമതി ഉണ്ടെന്നാണ് സർക്കാർ വാദിച്ചത്. ആ വാദം വെറും പൊള്ളയായിരുന്നുവെന്ന് ഇപ്പോൾ തെളിഞ്ഞതിനാൽ തന്നെ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ മുന്നിൽ സ്വയം ഇളിഭ്യരായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് പറയുന്ന ന്യായം കേരള സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതിയുടെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് അപൂർണമാണെന്നാണ്. അതുകൊണ്ട് അത്തരം അപൂർണമായൊരു പദ്ധതിക്ക് എങ്ങനെയാണ് തങ്ങൾ അനുമതി നൽകുക എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്രം ചോദിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരള MP-മാർക്ക് നൽകിയ മറുപടിയിലാണ് കേരളം സമർപ്പിച്ച DPR അപൂർണമാണെന്ന് അറിയിച്ചത്. പദ്ധതിയുടെ സാങ്കേതിക വിവരങ്ങൾ പൂർണ്ണമായും DPR-ൽ ഇല്ല. പരിസ്ഥിതി ആഘാത പഠനങ്ങൾ നടത്തിയിട്ടില്ല. ടെക്നിക്കൽ ഫിസിബിലിറ്റി റിപ്പോർട്ട് DPR-ലില്ല. ഏറ്റെടുക്കേണ്ട റെയിൽവേ സ്വകാര്യ ഭൂമിയുടെ കണക്ക് കാണിക്കണം. ഇതൊക്കെ പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ ആവുകയുള്ളൂ. സിൽവർ ലൈൻ പദ്ധതിയുടെ DPR അംഗീകരിച്ച കേരള സർക്കാർ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കുന്നതിനായി റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് അയച്ചിരുന്നു. എന്നാൽ അലൈൻമെന്റ് പ്ലാൻ, റെയിൽവേ ഭൂമിയുടെ വേർതിരിച്ചുള്ള വിവരം, റെയിൽവേ ക്രോസുകൾ സംബന്ധിച്ചുള്ള വിവരം എന്നിവ റിപ്പോർട്ടിൽ കാണാത്തതിനെ തുടർന്ന് റിപ്പോർട്ട് അപൂർണമാണെന്ന് കേന്ദ്രം മറുപടി നൽകുകയായിരുന്നു. പദ്ധതി നടത്തിപ്പിനായി വിവിധ ഫണ്ടിംഗ് ഏജൻസികളിൽ നിന്നായി 37,700 കോടി രൂപ ലോൺ നൽകുന്നതിനായി കേന്ദ്ര സാമ്പത്തിക മന്ത്രാലയത്തിൽ കേരള റെയിൽ വികസന കോർപ്പറേഷൻ അപേക്ഷ നൽകിയതായും മറുപടിയിൽ പറയുന്നുണ്ട്. എന്തായാലും പവനായി ശവമായിരിക്കുകയാണ് കേരയിൽ പദ്ധതി. എന്തൊക്കെയാണ് ഇതിന്റെ പേരിൽ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെട്ടത്? കുറെ ബുദ്ധിജീവികൾ ഇവിടെ കിടന്ന് നവോത്ഥാനമുണ്ടാക്കാൻ മോങ്ങിയാൽ കാര്യം നടക്കില്ലല്ലോ. ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ മനസ്സിലാക്കണം, കേരളം ഒരു സ്വതന്ത്ര രാജ്യമല്ലെന്ന്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ അകത്താണ് കേരള സംസ്ഥാനം, അല്ലാതെ കേരള സംസ്ഥാനത്തിന്റെ അകത്തല്ല ഇന്ത്യ. ഇതുവരെ കേരളിന്റെ PR വർക്കിന് വേണ്ടി ചെലവാക്കിയ കാശുണ്ടെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിച്ച എത്രയോ പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാമായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും കേരള ജനതയുടെ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മറ്റ് സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനകളും സർവോപരി ഇവിടുത്തെ ജനങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് സാമ്പത്തികമായി വലിയ ദുരന്തമായിരിക്കും എന്നായിരുന്നു. മാത്രമല്ല ഇത് വലിയ സാമൂഹിക ആഘാതമുണ്ടാക്കുമെന്നും ഒപ്പം പാരിസ്ഥിതിക ആഘാതവും. ഇതാണ് മുഖ്യമന്ത്രിക്കും ഇടത് സർക്കാരിനും മനസ്സിലാകാതെ പോയത്. ഇക്കാര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന് സംശയം വന്നത്. ഇന്ന് KSRTC 1000 കോടി നഷ്ടത്തിൽ, 15 കിലോമീറ്റർ മാത്രം ഓടുന്ന കൊച്ചി മെട്രോ വർഷം 350 കോടി നഷ്ടത്തിൽ. അപ്പോൾ ഒരു വ്യക്തമായ ചിന്തയോ പ്ലാനോ ഒന്നുമില്ലാതെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 500 കിലോമീറ്റർ കേരയിൽ വന്നാൽ വർഷാവർഷം എത്ര കോടി നഷ്ടം സഹിക്കേണ്ടി വരും? അതാണ് ആലോചിക്കേണ്ടത്. കേരള സർക്കാർ ഒരുപക്ഷെ കേരയിലുമായി ഇനിയും മുന്നോട്ട് പോയെന്നുമിരിക്കും. തോൽവി ഞങ്ങൾക്ക് പുല്ലാണെന്നുള്ളതായിരിക്കും ഇനി സർക്കാരിന്റെയും സഖാക്കളുടെയും ഒക്കെ മുദ്രാവാക്യം. ഇനിയെങ്കിലും ജനങ്ങളുടെ ഭൂരിപക്ഷാഭിപ്രായവും മുഖവിലക്കെടുക്കാൻ തയ്യാറാവുക. എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? ഇതുകൊണ്ട് നാടിന് എന്തു പ്രയോജനം? ലക്ഷക്കണക്കിന് മലയാളികൾ ചോദിക്കുന്ന ചോദ്യമാണിത്. അതിനാൽ ഈ വിഷയത്തിൽ ഒരു പുനർവിചിന്തനത്തിന് ജനങ്ങളുടെ പക്ഷത്തെന്ന് ഇടയ്ക്കിടെ പറയുന്ന ഇടത് സർക്കാർ തയ്യാറാകണം. ഇനിയും മറ്റൊരു കടക്കണിയിൽ കൂടി നാടിനെയും ജനങ്ങളെയും കൂടി തള്ളിവിടണോ? വികസനം നല്ലതാണ്, പക്ഷേ അത് സാധാരണ ജനങ്ങൾക്കും നാടിനും എന്തെങ്കിലും പ്രയോജനം കൊണ്ടുവരണം. അത് കണ്ടുകൊണ്ടാവണം ആവിഷ്കരിക്കാൻ. അതാണ് ഒരു നല്ല സർക്കാരിന്റെ കടമയും. ഭൂരിപക്ഷം ജനങ്ങളുടെ ആഗ്രഹം കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചില പിടിവാശിക്കാരുടെ പിടിവാശിക്ക് കേന്ദ്ര സർക്കാർ നിന്നുകൊടുത്തതുമില്ല. കേരളത്തെ ഒരു വലിയ വിഭജനത്തിൽ നിന്നും താൽക്കാലികമായിട്ടെങ്കിലും രക്ഷിച്ച കേന്ദ്ര സർക്കാരിന് അഭിനന്ദനങ്ങൾ.